وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കിതാബ് തൗഹീദിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പിന്നീട് തൗഹീദ് അതിനു വിരുദ്ധമായ ഷിർക്കിനെ കുറിച്ചും ഷിർക്കിന്റെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ കുറച്ചു ക്ലാസ്സുകളിലായി പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ, വ്യത്യസ്ത രൂപങ്ങളിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ തൗഹീദിന് ഭംഗം വരുന്ന വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. സെഹറുമായി ബന്ധപ്പെട്ട അതിന്റെ ഇനങ്ങൾ, ജ്യോത്സ്യപ്പണിയും അതേപോലെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പറഞ്ഞു വരുന്നത്. ജനങ്ങളിൽ ധാരാളം ആളുകൾ, ചിലപ്പോഴെല്ലാം തൗഹീദിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയ ആളുകളിൽ നിന്നും പോലും ഇത്തരത്തിലുള്ള ഷിർക്കൻ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽപ്പെട്ടതാണ് അടുത്തതായി അഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ള അധ്യായം, ബാബു മാ ജാഅ ഫി തതയ്യുർ. തതയ്യുറുമായി ബന്ധപ്പെട്ട് വന്ന അധ്യായം എന്നാണ് അദ്ദേഹം അതിന് പേര് കൊടുത്തിട്ടുള്ളത്. അത്തതയ്യുർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ അർത്ഥം പറയാറുള്ളത് ശകുനം നോക്കൽ എന്നൊക്കെയാണ്. ഇപ്പൊ ശകുനം നോക്കലുമായി ബന്ധപ്പെട്ട് വന്ന അധ്യായം എന്നാണ് അതിന് പറയുന്നത്. ത്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പക്ഷി എന്നാണ്. ഇപ്പൊ തതയ്യുർ, ശകുനം നോക്കുക എന്നുള്ളത് വിശാലമായ ഒരു അർത്ഥമാണ്. പക്ഷെ അതിൽ അമിതമായി, അധികമായി ഉപയോഗിക്കപ്പെടുന്നത് പക്ഷി നോട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയതിനാലാണ് അതിന് തതയ്യുർ എന്ന് തന്നെ പേര് വന്നത്. ചിലയിടങ്ങളിൽ അത് ഏതെങ്കിലുമൊക്കെ ഒരു കാക്കയോ മൈനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളായിരിക്കും, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പക്ഷികളായിരിക്കും, കൂമനോ. ഇങ്ങനെയുള്ള പക്ഷികൾ അതിനെ ശുഭലക്ഷണമോ അതല്ലെങ്കിൽ അപലക്ഷണമോ ആയി കണ്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി മുന്നോട്ട് ചെയ്യുന്നതിന് അതൊരു കാരണമാകുക, അതല്ലെങ്കിൽ അതിനൊരു തടസ്സമാകുക, ഇങ്ങനെ അതിനെ നിശ്ചയിക്കുക എന്നുള്ളത് പല ആളുകളും ചെയ്യുന്ന കാര്യമാണ്. അവരെന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാൻ മുന്നോട്ടേക്ക് ഇറങ്ങിയാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ, ഒരു പക്ഷി അത് മുന്നിലേക്ക് പറന്നു വന്നു, കാക്ക അതിനെയാണ് ആദ്യം കണ്ടത്, അപ്പോൾ അത് ചെയ്യണ്ട എന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ പരുന്തിനെ കാണുകയാണ്, അപ്പോൾ ഉടനെ എന്തെങ്കിലുമൊക്കെ ശിക്ഷ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചിന്തിച്ച് അവർ ആ വഴിയിൽ നിന്ന് മാറിപ്പോകും. അല്ലെങ്കിൽ ചിലരുടെ വീട്ടിൽ കൂമനെ കണ്ടു കഴിഞ്ഞാൽ, മൂങ്ങയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തോ അശുഭ ലക്ഷണമാണ്, അപലക്ഷണമാണ്, ഒരുപക്ഷെ അവിടെ ആരെങ്കിലും ഒക്കെ ഉടനെ മരിക്കാൻ സാധ്യതയുണ്ട് പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിലെ വിശ്വാസവുമായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തതയ്യുർ എന്ന് പറയുന്നത്. തതയ്യുർ എന്ന് പറയുന്നത് അത്തശാഉമാണ്, ശകുനം നോക്കുക, ശകുനപ്പിഴ അതിൽ വിശ്വസിക്കുക എന്നതാണ്. പണ്ഡിതന്മാർ തതയ്യുറിന് അല്ലെങ്കിൽ തശാഉമിന് നൽകിയ നിർവചനം എന്ന് പറയുന്നത് ഹുവ തവഖഉ ഹുസൂലി ശർ ബിറുഅയതി മഖ്ലൂഖിൻ ഔ ഹറകതിഹി മിമ്മ യംനഉൽ അബ്ദ മിമ്മ അറാദഹു എന്നുള്ളതാണ്. അത്തശാഉം, ശകുനപ്പിഴ എന്ന് പറഞ്ഞാൽ ഹുവ തവഖഉ ഹുസൂലി ശർ, ഏതെങ്കിലുമൊക്കെ ഒരു ഷർറ്, ഉപദ്രവം സംഭവിക്കുമെന്ന് ഒരാൾ ഭയപ്പെടുകയാണ്, അത് ഉടനെ സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നു. എങ്ങനെ? എന്തിന്റെ അടിസ്ഥാനത്തിൽ? ബിറുഅയതി മഖ്ലൂഖിൻ ഔ ഹറകതിഹി, എന്തെങ്കിലുമൊക്കെ ഒരു പടപ്പിനെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ചലനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട്. മിമ്മ യംനഉൽ അബ്ദ മിമ്മ അറാദഹു, അങ്ങനെ അത് അവൻ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്നും ആ അടിമയെ തടയുകയും ചെയ്യുന്നു. ഇതിനാണ് തശാഉം എന്ന് പറയുന്നത്. ബിറുഅയതി മഖ്ലൂഖിൻ, ചില പടപ്പുകളെ കാണുക എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഉദാഹരണത്തിന്, ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടുന്നത് കണ്ടു. ഒരാൾ കാറുമായി മുന്നോട്ടേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ബൈക്കുമായി മുന്നോട്ടേക്ക് പോവുകയാണ്, ഒരു കറുത്ത പൂച്ച മുന്നിലേക്ക് ചാടിയാൽ ചിലരെന്ത് ചെയ്യും? അശുഭ ലക്ഷണമാണ്, എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കും എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. അല്ലെങ്കിൽ കാക്കയെ കണ്ടു, മൂങ്ങയെ കണ്ടു, ഇങ്ങനെയുള്ള ചില മഖ്ലൂക്കുകളെ കണ്ടു കഴിഞ്ഞാൽ അവർ അങ്ങനെ പറയും. വേറെ ചിലർ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും അപകടമോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞു
ഉടനെ അവൻ പറഞ്ഞു, ഞാൻ രാവിലെ ഇന്നാളെ മുഖം കണ്ടിട്ടാണ് ഞാൻ ഉണർന്നത്. അങ്ങാടിയിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ഇവനെ, എണീറ്റപ്പോൾ ആദ്യം കണ്ടത് ഇന്നയാളെയാണ് എന്ന് പറഞ്ഞ് അവന് സംഭവിച്ച ആ കോട്ടത്തിന് കാരണമായി ഇന്നയാളെ പറയും, അല്ലെങ്കിൽ ഇന്ന കാരണത്തെ പറയും. ഇതൊക്കെ അതിൽ പെടും. അല്ലെങ്കിൽ ഔ ഹറക്കത്തിഹി എന്നാണ് പറഞ്ഞത്, ചില ചലനങ്ങൾ. അഥവാ പക്ഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ പക്ഷി വലത്തോട്ടേക്ക് പറക്കുന്നതാണ് അവൻ കണ്ടതെങ്കിൽ ഇത് ശുഭലക്ഷണമാണ് എന്ന് അവൻ തീരുമാനിക്കും. അത് ഇടത്തോട്ടേക്ക് പറക്കുന്നതായിട്ടാണ് അവൻ കണ്ടതെങ്കിൽ അങ്ങനെയും അത് അശുഭലക്ഷണമായി കാണുകയും അപലക്ഷണമായി കാണുകയും അവൻ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. അവർ ആ നിർവചനത്തിൽ പറഞ്ഞ അവസാന കാര്യം മിമ്മ യംനഉൽ അബ്ദ മിമ്മ അറാദഹു, ഈ ശുഭ അശുഭ ലക്ഷണങ്ങൾ അടിമ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്നും അവനെ തടയണമെന്ന് പറയുന്നുണ്ട്. അതാണ് തശാഉം. ഒരാൾക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടു, ഒരു അശുഭ ലക്ഷണം പോലെ അവന്റെ മനസ്സിൽ തോന്നി, പക്ഷെ അള്ളാഹുൽ തവക്കുല് ചെയ്തുകൊണ്ട് അതിനെ അവലംബമാക്കാതെ അവൻ മുന്നോട്ടേക്ക് യാത്ര തിരിക്കുകയാണെങ്കിൽ അവൻ ഈ പിഴച്ച വിശ്വാസത്തിൽ പെട്ടിട്ടില്ല. ഇവന് കാണുന്ന സമയത്ത് ഒരു അപകടം, നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അപകടമാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന വല്ല കാഴ്ചയും കണ്ടു, പക്ഷെ അവൻ അള്ളാഹുൽ തവക്കുല് ചെയ്തു യാത്ര മുന്നോട്ടേക്ക് നടത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ ഇതിൽ നിന്നും ഒഴിവാണ് എന്നാണ് പറയുന്നത്. അത് മനസ്സിൽ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം ചില ചിന്തകൾ അവൻ ഈ പിഴച്ച വിശ്വാസത്തിൽ പെട്ടു എന്ന് അർത്ഥമാക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ചില അസറുകൾ ഇൻഷാ അല്ലാഹ് അവസാനത്തിലേക്ക് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ശകുനപ്പിഴ കാര്യങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ പറയുക എന്നുള്ളത് വളരെയധികം പുരാതന കാലഘട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ അവർ നേരിട്ട ജനത ഇത്തരത്തിലുള്ള ശകുനപ്പിഴയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കാണാൻ സാധിക്കും. നോക്കൂ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഖൗം, അദ്ദേഹത്തിന്റെ ജനത, ആ കാലഘട്ടത്തിൽ വരൾച്ചയും ക്ഷാമവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞത് ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങളെ കൊണ്ടാണ്, മൂസയുടെയും ഖൗമിന്റെയും കാരണത്താലാണ് ഈജിപ്തിലൊക്കെ ഇങ്ങനെ വരൾച്ചയും ഇങ്ങനെയുള്ള മറ്റ് ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നമുക്കൊരു ശകുനപ്പിഴയാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അന്നു മുതൽ ഈ വിശ്വാസമുണ്ട് എന്ന് അറിയിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത അദ്ദേഹത്തിനെ ശകുനമായി കണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖുറൈശികൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയതിനു ശേഷം അവർക്കുണ്ടായിരുന്ന പ്രയാസങ്ങളെ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒപ്പമുള്ള സഹാബത്തിനെയും ഇവരുടെ ശകുനപ്പിഴ കാരണമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. ഇത് വളരെ പണ്ടേ ഉള്ള കാര്യമാണ്, ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം ഇതിനെ താക്കീത് ചെയ്തുകൊണ്ടുള്ള ആയത്തുകളും ഹദീസുകളും എല്ലാം അവിടുന്ന് പഠിപ്പിച്ചതിന് ശേഷവും ആളുകൾക്കിടയിൽ ഇന്നും ആ ജാഹിലിയത്തിന്റെ വിശ്വാസം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലരുടെയും പ്രവർത്തികൾ നമുക്കത് കാണാൻ സാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്താണ് ഇതിന്റെ ഹുക്കും? എന്താണ്? ഒരാൾ ഇത്തരം വിശ്വാസത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവന്റെ വിധി എന്താണ്? അതിന്റെ വിധി രണ്ട് രൂപത്തിലാണ്. ഒരാൾ ഇവൻ ഈ കാണുന്ന ശകുനമായി കാണുന്ന എന്തു വസ്തുവാകട്ടെ, ചലനമാകട്ടെ, എന്തുമാകട്ടെ, ഒരു കാക്കയാകാം, മൂങ്ങയാകാം, എന്തുമാകട്ടെ, അത് വിശാലമായൊരു ബാബാണ്. പ്രത്യേകിച്ച് ഒന്ന് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഓരോ നാട്ടിലും ഓരോ സ്ഥലങ്ങളിലും ഒക്കെ വ്യത്യസ്ത കാര്യങ്ങളെയാണ് ശകുനപ്പിഴയായിട്ടും അശുഭലക്ഷണമായിട്ടൊക്കെ പരിഗണിക്കപ്പെടുന്നത്. എന്തുമാകട്ടെ, ആ വസ്തുവിനെ അതിന് സ്വന്തം നിലക്കൊരു ഉപദ്രവം വരുത്താൻ സാധിക്കുമെന്നാണ് ഒരാൾ വിശ്വസിക്കുന്നത് എങ്കിൽ അവൻ ശിർക്കുൻ അക്ബറാണ് അവന്റെ വിശ്വാസത്തിൽ വന്നിട്ടുള്ളത്. ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ അത് മതിയായതാണ്. ഈ മുന്നിൽ ചാടിയ കറുത്ത പൂച്ച, ആ പൂച്ചക്ക് എനിക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, അതിന് സ്വയം നിലക്ക് എനിക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരാൾ വിശ്വസിക്കുന്നത് എങ്കിൽ ഷിർക്കുൻ അക്ബറാണ്. വിശ്വാസത്തിൽ അവന്റെ തൗഹീദ് ഇല്ലാതായി തീർന്നു, ഈമാൻ ഇല്ലാതായി തീർന്നു. ഷിർക്കാണ് അവൻ സംഭവിച്ചിട്ടുള്ളത്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഇനി ഒരാൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല, കാര്യങ്ങളെല്ലാം അല്ലാഹു തആല തന്നെയാണ് ചെയ്യുന്നത്, അള്ളാഹുവാണ് ഖൈറും ഷർറും ഒക്കെ വരുത്തുന്നത്, പക്ഷെ ഇത് അതിനൊരു കാരണമാണ് എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നത് എങ്കിൽ അവൻ ഷിർക്കുൻ അസ്ഗറാണ് ചെയ്തിരിക്കുന്നത്. വൻ പാപങ്ങളെക്കാളും മുകളിലാണത്. അഥവാ അള്ളാഹു കാരണമാക്കാത്ത ഒരു കാരണത്തെ അവൻ കാരണമായി വിശ്വസിക്കുക എന്നുള്ളത് കൊണ്ടാണത്. അവന്റെ ഹൃദയം അതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിലുള്ള തവക്കുൽ അവനിലില്ല. അള്ളാഹുവിനെ ബരമേൽപ്പിക്കുന്നതിന് പകരം അവന്റെ ഹൃദയം ഈ വസ്തുക്കളെ തൊട്ട് ഭയപ്പെടുകയാണ്, ഇതിനെ തൊട്ട് പേടിയുണ്ടാക്കുകയാണ്.
അതുകൊണ്ട് സ്വയം നിലക്ക് ഉപദ്രവം ഉണ്ടാകുന്നില്ല എന്ന് വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ദീനിൽ നിന്നും പുറത്തു പോകുന്നില്ല എന്ന് മാത്രം. പക്ഷേ വളരെ ഗൗരവമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത്തരം പക്ഷിനോട്ടവുമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമുക്കൊന്നും അങ്ങനെയുള്ള ആളുകളെ ചിലപ്പോൾ വേണ്ടത്ര പരിചയം ഉണ്ടായിരിക്കുകയില്ല. അത്തരക്കാരായ ആളുകളുടെ ജീവിതം നമ്മൾ അറിയുകയാണെങ്കിൽ അവർക്ക് ദുനിയാവ് തന്നെ ആകെ ഇടുങ്ങിയതായി കാണാൻ സാധിക്കും. എന്നും പേടിയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പേടി, എല്ലാത്തിലും ശുഭലക്ഷണവും അശുഭലക്ഷണവും ഒക്കെ കണ്ടിട്ട് ആകെ പ്രയാസമായി ദുനിയാവ് അവന് വളരെ കുടുസമായ അവസ്ഥയായി അവൻ കാണുന്നതായിരിക്കും. ചിലപ്പോഴൊക്കെ ഇത്തരം പേടികൾ കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ശിക്ഷയായിട്ട് തന്നെ അവന് കൊടുക്കും. അവൻ എന്താണോ പേടിക്കുന്നത് അത് തന്നെ അവനൊരു ശിക്ഷയായിരിക്കും. അത് അല്ലാഹു അവൻ നൽകുന്ന ഒരു പരീക്ഷണമാണ്. അങ്ങനെ അവനത് കൂടുതൽ ആ പിഴവിൽ തുടരാൻ സാധ്യതയുണ്ട്. അള്ളാഹുൽ തവക്കുൽ ചെയ്തിട്ടില്ല എന്ന വലിയ തെറ്റ് ചെയ്തതിന്റെ ഫലമായി അള്ളാഹു ഒരു ശിക്ഷയായിട്ട് തന്നെ അവനത് നൽകും. അവൻ ഈ പേടിക്കുന്നതൊക്കെ അവന് സംഭവിക്കും. ചിലപ്പോഴൊക്കെ അത് അവന്റെ കേവലം പേടി മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ അത് ആ ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷെ അവന്റെ പേടിയാണ്. പൂച്ച കാണുമ്പോൾ തന്നെ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഉടൻ തന്നെ ചിലപ്പോ ഒന്ന് ബൈക്ക് ചെറിഞ്ഞ് ചിലപ്പോൾ അവിടെ വീഴുന്നുണ്ടാകും. ഇത് അള്ളാഹു നേരത്തെ ഖദറാക്കിയ കാര്യമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷയാണത്, ഒരു ശിക്ഷയാണത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വിശ്വാസവുമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലുള്ള ഉന്നത സ്ഥാനം തടയപ്പെടുമെന്ന് കാണാം. അവർ ഷിർക്കുൻ അക്ബർ ചെയ്തിട്ടില്ല, ഷിർക്കുൻ അസ്ഗർ തന്നെ ചെയ്തിട്ടുള്ളൂ എന്ന് സങ്കല്പിക്കുക. പക്ഷെ ഇതുപോലുള്ള വിശ്വാസം അവന്റെ മനസ്സിലുണ്ട്, ശകുനവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ സ്വർഗത്തിലുള്ള ഉന്നത സ്ഥാനം ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അവിടുന്ന് അറിയിക്കുകയാണ്, ലൻ യനാല ദറജാത്തുൽ ഉലാ, സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ ഒരുവന് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. മൻ തകഹന, കുഹാനത്ത് അഥവാ ജ്യോത്സ്യം വെക്കുന്ന ഒരുവൻ, ഔ ഇസ്തഖ്സമ, പരീക്ഷണ കോലുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവൻ. അല്ലെ, മുക്കാ മുശ്രിക്കുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അവർ കാബയുടെ അടുക്കൽ 2 കോലുകൾ വെക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, യാത്ര ചെയ്യണോ, കച്ചവടത്തിന് ഇന്ന സ്ഥലത്തേക്ക് പോകണമോ, കോലിനെടുക്കും. ഒന്നിൽ ഇഫ്അൽ എന്നായിരിക്കും, ചെയ്തോളൂ, അവർ യാത്ര തുടരും. ഒന്നിൽ ലാ തഫ്അൽ എന്നായിരിക്കും, ചെയ്യരുതെന്നായിരിക്കും, അവർ ചെയ്യുകയില്ല. ഇങ്ങനെയുള്ള പരീക്ഷണ കോലുകളുടെ അടിസ്ഥാനത്തിൽ, ഭാഗ്യ പരീക്ഷണ കോലുകൾ വെക്കുന്നവൻ, കുഹാനത്ത് ജ്യോത്സ്യം വെക്കുന്നവൻ, ഔ റജഅ മിൻ സഫരിൻ തതയ്യുറ, അല്ലെങ്കിൽ യാത്രയിൽ നിന്നും അവൻ മടങ്ങിയത് ഈ ശകുനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യാത്രയിൽ പോവാൻ വേണ്ടി തയ്യാറായതാണ്. ഇന്ന് ശരിയാവില്ല, ഒന്നാളെ കണ്ടു, ഇന്ന കാക്കയെ കണ്ടു, ഇന്ന പൂച്ചയെ കണ്ടു, ഈ കാരണമൊക്കെ പറഞ്ഞിട്ട് യാത്രയിൽ നിന്ന് മടങ്ങുന്നുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന അവൻ സ്വർഗത്തിലുള്ള ഉന്നത സ്ഥാനം അവൻ നേടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തതയ്യുർ എന്ന് പറയുന്ന ഈ പക്ഷിനോട്ടം, അതുമായി വിശ്വാസവുമായി കൊണ്ടു നടക്കുന്നവൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏറ്റവും മോശം ചിന്ത മനസ്സിൽ വെച്ചു പുലർത്തുന്നവനാണ്. അള്ളാഹു തആല അവനോട് അങ്ങേറ്റം കാരുണ്യമുള്ളവനാണ്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഇതൊന്നും നടക്കുകയില്ല എന്ന ചിന്തയിൽ നിന്നും കേവലം അടിമകളായ അള്ളാഹുവിന്റെ ചില പടപ്പുകളായ, അള്ളാഹു അതിന് യാതൊരു കാരണവുമാക്കാത്തതായ ചില കാര്യങ്ങളിൽ ആണ് അവന്റെ മനസ്സിന് തവക്കുലുണ്ടാക്കുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സൂഉസ്സന്ന, മോശം വിചാരം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ മോശം വിചാരമാണ് അള്ളാഹുവിനെ കുറിച്ച് ഒരാൾക്ക് ഉണ്ടാകുന്നെങ്കിൽ അള്ളാഹു അതുപോലെയാണ് അവനോട് പെരുമാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ മനസ്സിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകുന്നത്, അതുപോലെയാണ് അള്ളാഹു ആ അടിമയെ തിരിച്ചു പരിഗണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരായ ആളുകൾക്ക് ഇതിന്റെ പേരിൽ ശിക്ഷകൾ ലഭിക്കും. അവർക്ക് ദുനിയാവും ആഖിറത്തും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ജീവിതമായിരിക്കും ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇനി അധ്യായത്തിൽ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളും അസറുകളും നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. قال المصنف رحمه الله وقول الله تعالى ألا إنما طائرهم عند الله ولكن أكثرهم لا يعلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫിർഔനും അവന്റെ കൂട്ടത്തിലുള്ള ആളുകളും അവരെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ആയത്താണിത്. തൊട്ടു മുമ്പിൽ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫിർഔനും കൂട്ടർക്കും എന്തെങ്കിലുമൊക്കെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയാൽ അവർ പറയും, ഇത് ഞങ്ങൾക്ക് അർഹിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ അതിനൊക്കെ ഉണ്ട്. നമ്മുടെ ഈ നന്മകളും നമ്മൾ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മുഖേന അള്ളാഹു നമുക്ക് നൽകിയതാണ്, അല്ലെങ്കിൽ നമുക്ക് അർഹമായി കിട്ടിയതാണ് എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും അവർ. എന്നാൽ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ,
അറുതി ഉണ്ടായാൽ, ക്ഷാമമുണ്ടായാൽ, വരൾച്ചയുണ്ടായാൽ അവർ പറയും, അല്ല ഇത് മൂസയും കൗമും കൂടി ഉണ്ടാക്കി വെച്ചതാണ്. ഇവനാണ് ഈ തൗഹീദുമായി കൊണ്ടുവന്നിട്ട് ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള കാര്യവുമായി പുതിയ ദീനുമായി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ട എല്ലാ രൂപത്തിലും ശകുനവും നമുക്ക് ഇറങ്ങിയത് എന്നവർ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള മറുപടിയായി പറഞ്ഞതാണ് ഈ ആയത്ത്. അല, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, തീർച്ചയായും അവരുടെ ശകുനമെല്ലാം അള്ളാഹുവിന്റെ അടുക്കലാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അവരുടെ കൂട്ടത്തിൽ അധിക ആളുകളും മനസ്സിലാക്കുന്നില്ല എന്നാണ്. എന്താണ് ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലാണ് അവരുടെ ശകുനപ്പിഴ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഖൈറും ഷർറും എല്ലാം തീരുമാനിക്കുന്നത് എന്നാണ്. ഇവർ ഇന്ന ശകുനമാണ്, ഇന്ന കാരണങ്ങളാണ് ഇവിടെ ഈ ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ കാരണമായത് എന്നവർ വിശ്വസിക്കുന്നു. അല്ല, അള്ളാഹു തആല അതിനെ നിഷേധിച്ചു പറയുകയാണ്. അത് ഇങ്ങനൊരു ഉപദ്രവം നിങ്ങൾക്ക് വരുത്തണമെന്ന് ഉദ്ദേശിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ അടുക്കലാണ് കാര്യം. ഇന്നൽ അംറ കുല്ലഹു മിൻ ഖൈറിൻ ഔ ശർറിൻ ഇന്നമാ ഹുവ ബിതഖ്ദീരില്ലാഹി അസ്സ വജൽ. അതാണ് അതിന്റെ അർത്ഥം. കാര്യങ്ങളെല്ലാം ഖൈറാകട്ടെ ഷർറാകട്ടെ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കൂട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഈ കാരണങ്ങളല്ല, ഇതൊന്നും ഈ കാരണങ്ങളല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ തിന്മകൾ കാരണത്താലാണ് ഈ ശകുനപ്പിഴ ഉണ്ടാകുന്നത് എന്നതുകൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാതെ ഇവർ പറയുന്ന പക്ഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൃഗമോ ഏതെങ്കിലും വ്യക്തിയോ ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ ഈ ആയത്തിലൂടെ രണ്ട് കാര്യങ്ങൾ അറിയിക്കുന്നു. ഒന്ന്, ഇത്തരം തീറത്തുകൾക്ക് ശകുനപ്പിഴ അല്ലെങ്കിൽ പക്ഷിനോട്ടം എന്നതിന് യാതൊരു ഹഖീഖത്തുമില്ല, യാഥാർത്ഥ്യവുമില്ല. അതുകൊണ്ടൊന്നുമല്ല കാര്യം സംഭവിക്കുന്നത്. അത് കേവലം ഇവരെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യനെ നാളെ എന്ത് സംഭവിക്കും, നാളെ എന്ത് ഖൈറാണോ ഷർറാണോ വരിക, ഇതൊന്നും ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തെളിയുകയില്ല. അതിലൂടെ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരാളുടെ ബുദ്ധി പ്രകാരം അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലുമൊക്കെ പടപ്പുകളുടെ ചലനങ്ങളോ അത് ഉണ്ടാകുന്നതോ ഉണ്ടാവാതിരിക്കുന്നതോ ഒന്നും ഇതിന് തീരുമാനിക്കുന്നില്ല. മറിച്ചെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്തരം പക്ഷിനോട്ടവും ശകുനപ്പിഴയുമായി നടക്കുന്നത് എല്ലാ കാലത്തും മുവഹിദീങ്ങളുടെ തൗഹീദിന്റെ ആളുകളുടെ ശത്രുക്കളായിരുന്നു എന്നുള്ളതാണ്. മുശ്രിക്കുകളായ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു ഇത്തരത്തിലുള്ള വിശ്വാസവും കൊണ്ട് നടന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. കാരണം അമ്പിയാക്കളോട് നിങ്ങളാണ് നമുക്ക് ശകുനം എന്ന് പറഞ്ഞത് ഇവരാണ്. അമ്പിയാക്കളോട് നിങ്ങളാണ് നമുക്ക് എല്ലാവിധ ഷർറുകൾ ഉണ്ടാകാൻ, ശകുനമുണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്ന പാഠവും നമുക്ക് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ആയത്ത് സഹോദരങ്ങളെ, വഖൗലിഹി ഖാലു ത്വാഇറുക്കും മഅക്കും, ഖാലു അവർ പറഞ്ഞു, അമ്പിയാക്കൾ പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനപ്പിഴ അത് നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തും തൊട്ടുമ്പത്തെ ആയത്തും വായിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പരസ്പരം ബന്ധമില്ലാത്തതുപോലെ ഉണ്ടോ എന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നിയേക്കാം. അതിനുവേണ്ടി തന്നെയാണ് ശൈഖ് റഹിമഹുല്ലാഹ് രണ്ടായത്തും ഒരുമിച്ച് കൊണ്ടുവന്നത്. കാരണം ആദ്യം പറഞ്ഞത് ത്വാഇറുഹും ഇൻദല്ലാഹ് എന്നാണ്, അവരുടെ ശകുനപ്പിഴ അള്ളാഹുവിന്റെ അടുക്കലാണെന്നാണ്. രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ അടുക്കൽ തന്നെയാണ് എന്നാണ്. എന്താണ് ഈ രണ്ടായത്തിന്റെയും ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഈ രണ്ടായത്തും അറിയിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ ആയത്ത് അറിയിക്കുന്നത് ത്വാഇറുഹും ഇൻദല്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ മുഖദ്ദിർ, ഖൈറും ഷർറും എല്ലാം തീരുമാനിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നതാണ്. ഖൈറും ഷർറും തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. ഏതെങ്കിലും ശകുനത്തിന്റെ പേരിലല്ല ഇവിടെ ഖൈറോ ഷർറോ ഉണ്ടാകുന്നത് എന്ന കാര്യം അറിയിക്കാനാണ്. രണ്ടാമത് ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ അടുക്കലാണ് ശകുനപ്പിഴ എന്ന് പറയുന്നതിന്റെ കാരണം ഇവർ യഥാർത്ഥത്തിൽ അമ്പിയാക്കളെ, അള്ളാഹുവിന്റെ കൽപ്പനയുമായി വന്ന അമ്പിയാക്കൾ നിങ്ങളാണ് ശകുനം എന്ന് പറഞ്ഞപ്പോൾ അമ്പിയാക്കളെ അറിയിച്ചതാണ്. നിങ്ങൾക്ക് ഈ ഷർറ്, നിങ്ങൾക്ക് ഈ ശിക്ഷ ലഭിക്കാനുള്ള കാരണം അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. നിങ്ങളുടെ ഈ തിന്മയാണ്, നിങ്ങൾ ഈ തൗഹീദ് അംഗീകരിക്കാത്തതാണ്, നിങ്ങൾ അമ്പിയാക്കളുടെ മാർഗത്തിലേക്ക് വരാത്തതാണ്, തിന്മകളിലും പാപങ്ങളിലുമായി നിങ്ങൾ മുഴുകുന്നതാണ്. അതാണ് നിങ്ങളുടെ ശകുനം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച നിങ്ങളുടെ തിന്മകളാണ് ശകുനം, അതല്ലാതെ അമ്പിയാക്കളുടെ വഴിയോ അവർ കൊണ്ടുവന്ന തൗഹീദോ ഒന്നുമല്ല എന്നാണ്. അതല്ല എങ്കിൽ അതറിയിക്കുന്നത് നിങ്ങൾക്കുള്ള ഖൈറും ഷർറുമെല്ലാം മഅക്കും, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് തന്നെ
അവൻ എങ്ങനെ എന്തൊക്കെ ഖൈറുകൾ ഉണ്ടാകണം ഷർറുകൾ ഉണ്ടാകണം എന്ന് ജനിക്കുന്ന സമയത്ത് തന്നെ മലക്ക് വന്നിട്ട് എഴുതുന്നുണ്ട്. അല്ല, അതിനു മുമ്പ് ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് ലൗഹുൽ മഹ്ഫൂദിൽ ഓരോരുത്തർക്കും എന്ത് ഖൈറുകൾ എന്ത് ഷർറുകൾ ഉണ്ടാകും എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായി ഉദ്ദേശിക്കപ്പെടുന്നത് ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമ, നിങ്ങളിൽ ഓരോരുത്തരും തന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ അതിലാദ്യം 40 ദിവസത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. മാതാവിന്റെയും പിതാവിന്റെയും ദ്രാവകം അത് രണ്ടും ഒരുമിച്ച് കൊണ്ട് വയറ്റിൽ നിങ്ങൾ ആദ്യത്തെ 40 ദിവസം അങ്ങനെ കഴിയുകയാണ്. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്, പിന്നീട് 40 രക്തപിണ്ഡയായി നിങ്ങൾ തുടരും. സുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക്, പിന്നീട് മാംസപിണ്ഡമായി പിന്നീടുള്ള 40 ദിവസം ഉണ്ടാകും. അങ്ങനെ 120 ദിവസമായാൽ സുമ്മ യബ്അസുല്ലാഹു മലക്കൻ, അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കും. ഫയുഅ്മറു ബിഅർബഇ കലിമാത്, ആ മലക്കിനോട് 4 കാര്യങ്ങൾ എഴുതാൻ വേണ്ടി കൽപ്പിക്കപ്പെടും. വയുഖാലു ലഹു ഉക്തുബ് അമലുഹു, അവന്റെ അമലുകൾ എഴുതുക. അവന്റെ വരിസ്ഖഹു, അവന്റെ റിസ്ക് എഴുതുക. ഉപജീവനം എത്ര അവൻ ലഭിക്കും അത് എഴുതുക. വഅജലഹു, അവന്റെ ആയുസ് എഴുതുക. എപ്പോൾ അവൻ മരിക്കും, ഏത് മണിക്കൂറിൽ, ഏത് സെക്കൻഡിൽ, ഏത് ദിവസം അത് എഴുതപ്പെടും. വശഖിയ്യുൻ ഔ സഈദ്, അവൻ ദൗർഭാഗ്യവാനാണോ, അവന് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമോ, അതല്ല സഈദ്, അവൻ നല്ല സൗഭാഗ്യവാനാണോ, സ്വർഗത്തിലേക്ക് പോകുന്ന ദുനിയാവിലും ആഖിറത്തിലും സൗഭാഗ്യം ലഭിക്കുന്നവനാണോ എന്നെല്ലാം എഴുതപ്പെടുമെന്നാണ്. അപ്പൊ അതും ഈ ആയത്തിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. നിങ്ങളുടെ ശകുനപ്പുഴ എന്ന് നിങ്ങൾ ഈ കണക്കാക്കുന്ന കുറെ ഉപദ്രവങ്ങളുണ്ടല്ലോ, ഇതെല്ലാം അല്ലാഹു തആല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എഴുതിയതാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ സംഭവം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഷർറുണ്ടായി, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നീ മുമ്പിൽ കണ്ടപ്പോൾ ഒരു ഷർറുണ്ടായി എന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നറിയിക്കുന്നതാണ് ഈ ആയത്ത് എന്ന് കാണാൻ സാധിക്കും. അടുത്തതായി ഇദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഒരു ഹദീസാണ്. قال المصنف رحمه الله عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, رسول الله صلى الله عليه وسلم പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. لا عدوى ولا طيرة ولا هامة ولا صفر أخرجاه زاد مسلم ولا نوء ولا غول. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വ, രോഗപകർച്ചയില്ല, വലാ തീറത, പക്ഷി നോട്ടം അല്ലെങ്കിൽ ശകുനം അതില്ല, വലാ ഹാമത, ഹാമത്തില്ല, വലാ സഫർ, സഫറുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഖ്റജാഹു എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയും മുസ്ലിമുമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ജാദ മുസ്ലിം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതിൽ ഈ വാക്കും കൂടിയുണ്ട്, വല നൗഅ വല ഗൂൽ, നൗഉം ഗൂലുമില്ല. ഓരോന്നും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഒന്നാമതായി അവിടുന്ന് അറിയിക്കുന്നത് ലാ അദ്വ എന്നാണ്, രോഗപകർച്ച ഇല്ല എന്നാണ്. രോഗപകർച്ച ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് രോഗപകർച്ച എന്ന് പറയുന്നത്? രോഗമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ആ രോഗം ആരോഗ്യവാനായ ഒരാളുടെ അടുക്കലേക്ക് പകരുന്നില്ല എന്നാണ് ആ വാക്കിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. എന്നാൽ ഉലമാക്കൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചത് അങ്ങനെ ഒരു രോഗപകർച്ചയെ ഉണ്ടാവുകയില്ല, രോഗിയുടെ ശരീരത്തിൽ നിന്നും രോഗം മറ്റൊരാളുടെ അടുക്കലേക്ക് പകരുകയില്ല എന്നതാണോ നിഷേധിക്കുന്നത്? അതല്ല, രോഗത്തിന് സ്വന്തമായി മറ്റൊരാളിലേക്ക് പകരാൻ സ്വന്തമായി കഴിവില്ല എന്ന കാര്യമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും വളരെ ചർച്ചകളുമുണ്ട്. എന്നാൽ ഇതിൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ധാരാളം മറ്റ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ രണ്ടാമത് പറഞ്ഞ കാര്യം, അഥവാ രോഗത്തിന് സ്വയം നിലക്ക് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു ആരോഗ്യവാനായ ആളുകളിലേക്ക് സ്വയം നിലക്ക് പോകാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു ജാഹിലിയ വിശ്വാസമുണ്ട്, അതില്ല. രോഗം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും എന്നത് മാത്രമേ ഉള്ളൂ. സ്വയം നിലക്കൊരു രോഗത്തിന് മറ്റൊരാളിലേക്ക് പകരാൻ സാധിക്കുകയില്ല. അഥവാ ഒരു രോഗിയായ വ്യക്തിയെ ആരോഗ്യവാനായ ഒരാൾ സ്പർശിക്കുകയോ അയാളുമായി കൂടിച്ചേരുകയോ ചെയ്തു എന്ന കേവലം കാരണത്തിൽ അയാൾക്ക് രോഗം വരില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കണം, ഇത് മറ്റേ ആളിലേക്ക് പകരണം എന്ന് കണക്കാക്കണം എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു ഹദീസാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫിറ മിനൽ മജ്ദൂമി ഫിറാറക മിനൽ അസദ്. അത് ഈ ഹദീസിന്റെ അവസാനത്തിൽ തന്നെ ഉള്ളതാണ്. വഫിറ മിനൽ മജ്ദൂമി ഫിറാറക മിനൽ അസദ്. നീ കുഷ്ഠരോഗിയുടെ അടുക്കൽ നിന്നും
നീ ഒരു സിംഹത്തെ കണ്ടാൽ ഓടാറുണ്ടല്ലോ, അതുപോലെ നീ ഓടി അകലുക, അവന്റെ അടുക്കലേക്ക് പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ രോഗപകർച്ച എന്ന് പറയുന്ന യാഥാർത്ഥ്യമേ ഇല്ല എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഷ്ഠരോഗിയുടെ അടുക്കൽ, കാരണം കുഷ്ഠരോഗം പകരും, അത് നീ ഒരു ഫിറാറക മിനൽ അസദ്, നീ സിംഹത്തിൽ നിന്നും ഓടി അകലുന്നത് പോലെ അകലുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒട്ടകങ്ങൾക്ക് രോഗമുണ്ടാകാറുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ സഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസാണ്. അവിടുന്ന് അറിയിച്ചു, ലാ യൂരിദന്ന മുംരിദുൻ അലാ മുസിഹ്, രോഗികളായ ഒട്ടകത്തെ ആരോഗ്യവാന്മാരായ ഒട്ടകത്തോടൊപ്പം മേയാൻ, വെള്ളം കുടിക്കാനൊന്നും വിടരുത്, അവരെ കലർത്തരുത്, കൂട്ടിക്കലർത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരിക്കൽ സഖീഫ് ഗോത്രത്തിൽ ഒരു വ്യക്തി, അയാൾക്ക് കുഷ്ഠരോഗമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ബൈഅത്ത് ചെയ്യണം, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇയാൾക്ക് കുഷ്ഠരോഗമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളെ അയാളിലേക്ക് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഇന്നാ ഖദ് ബായഅനാക ഫർജി, നിനക്ക് ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുന്നു, എന്നെ തൊടണ്ട. സാധാരണ ബൈഅത്ത് മുസാഫഹത്ത്, കൈകൊണ്ട് പിടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളത്. സ്ത്രീകൾ അവിടുന്ന് സ്പർശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ ഖദ് ബായഅനാക ഫർജി, നിനക്ക് ബൈഅത്ത് ചെയ്തിരിക്കുന്നു, നീ മടങ്ങിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. അവിടുന്ന് സ്പർശിക്കാൻ നിന്നില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ രോഗം പകരില്ല, രോഗം അള്ളാഹുവിന്റെ ഖദറോടുകൂടി പകരുമെന്ന് അറിയിക്കുന്ന കാര്യമാണ്. എന്നാൽ രോഗം പകരില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ മറ്റൊരു ഹദീസ് കാണാൻ സാധിക്കും. ഇതും മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. എന്താണ് ആ ഹദീസിൽ പറഞ്ഞത്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം ഇപ്പോൾ കേട്ട ഈ വാചകം പറഞ്ഞു, ലാ അദ്വ വലാ സഫറ വലാ ഹാമ, രോഗപകർച്ചയോ അതുപോലെ തന്നെ സഫർ മാസത്തിലെ ശകുനപ്പുയ, ഇൻഷാ അല്ലാഹ് അത് വിശദീകരണം വരുന്നുണ്ട്, വലാ ഹാമ അതും വിശദീകരണം വരുന്നുണ്ട്, അതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അറാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഫമാ ബാലു ഇബ്ലി, എന്താണ് എന്റെ ഒട്ടകത്തിന്റെ അവസ്ഥ? തകൂനു ഫി റംലി കഅന്നഹ ദിബാ, അത് മരുഭൂമിയിലൂടെ മാൻപേടകൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ ഓടിച്ചാടി സഞ്ചരിക്കുന്നവയായിരുന്നു. ഫയഅതിൽ ബഈറുൽ അജ്റബ് ഫയദ്ഖുലു ബൈനഹാ വയജ്രിബുഹാ, പിന്നീട് ഒരു രോഗിയായ ഒരു ഒട്ടകം അതിനോടൊപ്പം ചേരുകയും ഇതിന് രോഗം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ രോഗപകർച്ചയില്ല എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമനഅദൽ അവൽ, ഒന്നാമത്തെ ഒട്ടകത്തിന് അപ്പോൾ എങ്ങനെ രോഗം കിട്ടി? അതിനെവിടുന്ന് പകർന്നു? ഇങ്ങനെ രോഗം പകർന്നാണെങ്കിൽ ഒന്നാമത്തതിൽ എത്തി നിൽക്കുമല്ലോ, അതിനെങ്ങനെ രോഗം കിട്ടി? അവിടുന്ന് എങ്ങനെ പകർന്നു എന്ന് ചോദിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിഷേധിക്കുകയാണ്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ നുസൂസുകൾ ഹദീസിലും ആയത്തിലും ഒക്കെ വരുന്ന തെളിവുകൾ നോക്കുന്ന സമയത്ത് തആറുലുള്ളതായി, പരസ്പര വിരുദ്ധമുള്ളതായി തോന്നുന്ന സമയത്ത് പണ്ഡിതന്മാരിൽ ചിലതിനെ നസ്ഖ് ചെയ്തു. മറ്റേത് ആദ്യം പറഞ്ഞതായിരിക്കാം, ഇപ്പോൾ സ്ഥിരപ്പെട്ടത് ഇന്നതായിരിക്കാം, ഈ ഹദീസിനെ മറ്റ് ഹദീസുകൾ കൊണ്ട് ദുർബലപ്പെടുത്തിയിരിക്കാം എന്ന് ചിലർ പറഞ്ഞു. വേറെ ചിലർ അതിനെ തർജീഹ് ചെയ്തു. ചിലർ പറഞ്ഞു രോഗം പകരുകയില്ല, ചിലർ പറഞ്ഞു രോഗം പകരും നിരുപാധികമായി, ഇങ്ങനെ പറഞ്ഞു. വേറെ ചിലർ ജംഅ ചെയ്തു, രണ്ട് തെളിവുകളും ജംഅ ചെയ്തു. ഖായിദ, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ഇങ്ങനെ ജംഅ ചെയ്യാൻ സാധിക്കുന്ന തെളിവുകളെ ജംഅ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് നസ്ഖ് ചെയ്യുന്നതിനേക്കാൾ, ഒന്നിനെ ദുർബലപ്പെടുത്തി ഒന്നിന്റെ ഹുക്മ മാത്രം പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ശരിയെന്ന് പറയുന്നതിനേക്കാൾ രണ്ടും കൂടി ജംഅ ചെയ്തിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ അതിനെ പറയുക എന്നുള്ളതാണ്. ഇവിടെ രണ്ടും കൂടി ജംഅ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം പറഞ്ഞത്. ഇവിടെ ഈ അറാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാര്യം, ജാഹിലിയ കാലത്ത് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് സ്വന്തം നിലക്ക് ഇങ്ങനെ ഒരു ഒട്ടകത്തിൽ നിന്നുള്ള രോഗം മറ്റു മൃഗങ്ങളിലേക്ക് പകരും, സ്വന്തം നിലക്ക്, അള്ളാഹുവിന്റെ തഖ്ദീറൊന്നും അതിന് ആവശ്യമില്ല എന്ന വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുകയും ഇപ്രകാരം തിരിച്ചു ചോദിക്കുകയും ചെയ്തത്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണ് ഒന്നാമത്തെ ഒട്ടകത്തിൽ നിന്ന് രണ്ടാമത്തതിലേക്കും, രണ്ടിൽ നിന്ന് മൂന്നിലേക്കും, മൂന്നിൽ നിന്ന് നാലിലേക്കും, ഒന്നാമത്തതിൽ മാത്രമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ഓരോന്നിലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും സ്വയം നിലക്ക് രോഗാണുവിന് അല്ലെങ്കിൽ രോഗത്തിന്റെ അംശത്തിന് മറ്റൊരു ആളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഇത് നമ്മൾ യഖീനോടുകൂടി വിശ്വസിക്കുക, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ രോഗം പകരുകയുള്ളൂ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട എന്തെങ്കിലുമൊക്കെ, രോഗം പകരാതിരിക്കാൻ അതിനു വേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും തവക്കുലിനെതിരല്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക.
അത് തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെ രോഗമുള്ള സ്ഥലങ്ങളിലേക്ക് ഒരാൾ പോകുന്നില്ല. ഒരു സ്ഥലത്ത് വ്യാപകമായ ഒരു പനി ബാധിക്കുന്നു, അവിടെ പോകുന്ന ആളുകൾക്കൊക്കെ പനി വരുന്നു. അപ്പൊ അവിടെ പോകാതെ ഒരാൾ ഇരിക്കുക എന്ന് പറയുന്നത് തവക്കുലിനെതിരല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മറ്റു ഹദീസുകളിലൂടെ അതാണ് പറഞ്ഞു തന്നത്. കുഷ്ഠരോഗിയുടെ അടുക്കലേക്ക് പോകാതിരുന്നു, ബൈഅത്ത് നേർക്ക് ചെയ്യാതിരുന്നു. അതുപോലെ മൃഗങ്ങളെ രോഗമുള്ളതിനെയും രോഗമില്ലാത്തതിനെയും കൂടി കലർത്തരുത് എന്ന് പറഞ്ഞു. ഇതൊക്കെ അതിനെ അറിയിക്കുന്ന കാര്യമാണ്. ഒരിക്കലും അത് തവക്കുലിനെതിരല്ല. മറിച്ച് ആ നിലക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ രോഗം പകരുമെന്ന് അവിടുന്ന് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഇത് തന്നെയാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് നേർക്ക് നേരെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യവും അതാണ്. നമുക്ക് നേർക്ക് നേരെ കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ ഇസ്ലാം ഒരിക്കലും അതിനെതിരായിട്ട് വരികയില്ല. ഒരു രോഗമുള്ള വ്യക്തിയുടെ അടുക്കൽ മറ്റൊരാൾ പോകുമ്പോൾ അയാൾക്ക് രോഗം വരിക, ഇത് നമ്മൾ കാണുന്നതാണ്. ഒരു കണ്ണു രോഗിയുണ്ട്, അയാളുടെ അടുക്കലേക്ക് കുറച്ച് കുട്ടികൾ അവിടെ നിന്നാൽ ആ കുട്ടികൾക്ക് അത് കിട്ടുന്നു. പനിയുള്ള കുട്ടികളുമായി കൂടി ചേർന്നാൽ പനി വരുന്നു. ഇത് കാണുന്ന കാര്യമാണ്. പക്ഷെ അവിടെ നമ്മൾ വിശ്വസിക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചപ്പോൾ ആ രോഗാണു ഇപ്പുറത്തേക്ക് വന്നു, ഇങ്ങനെ രോഗിയായി, അള്ളാഹുവിന്റെ ഖദർ പ്രകാരം ഉണ്ടായി എന്നത് നമ്മൾ വിശ്വസിച്ചാൽ ആ വിഷയത്തിൽ ശരിയായ അഭിപ്രായം അതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി പറഞ്ഞതാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട കാര്യം. വലാ തീറത, അങ്ങനെ ഒരു തീറത്തില്ല എന്നാണ് പറഞ്ഞത്. അഥവാ പക്ഷിയുടെ നോട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പക്ഷി പറക്കുകയോ പക്ഷിയുടെ കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ഖൈറോ ഷർറോ ഉണ്ടാകാൻ കാരണമാകും എന്ന് പറയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുകയാണ്. എന്നാൽ ചില ശകുനങ്ങളെ കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് പറയാം. ചില ശകുനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ചില ഹദീസുകളിലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അവസാനത്തിലേക്ക് പറയാം. അടുത്തതായി പറഞ്ഞത് വലാ ഹാമ, ഹാമത്തില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് ഹാമത്ത് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ പറഞ്ഞു ഹാമത്ത് എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അറബുകൾക്ക്. എന്താണ്, ഒരു വ്യക്തിയെ ജാഹിലിയ കാലത്ത് നമുക്കറിയാം പല രൂപത്തിലുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ മറ്റൊരാൾ കൊന്നു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഖബറിന്റെ അടുക്കൽ നിന്ന് ചില പുഴുകൾ വരികയും ഇത് കൊന്നവനെ അതിനുവേണ്ടി പകരം വീട്ടാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെ അത് പകരം വീട്ടുമെന്നൊക്കെ ചില വിശ്വാസങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. ആ ഖബറിന് ചുറ്റും ഈ പുഴു ഇങ്ങനെ 7 ദിവസം ഇങ്ങനെ ചുറ്റിക്കളിക്കും എന്നൊക്കെ യഹൂദികളും വന്ന് വിശ്വസിച്ചിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നിഷേധിക്കണം. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒരു വിശ്വാസം വേണ്ടതിൽ ഒരു അന്ധവിശ്വാസമാണ്, അങ്ങനെ ഹാമത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. വേറെ ചിലർ പറഞ്ഞത് ഹാമത്ത് എന്ന് പറഞ്ഞാൽ അത് മൂങ്ങയുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസമാണ്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൂങ്ങ അത് വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരു വ്യക്തി ഉടനെ മരിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഓടിന് മുകളിലോ അല്ലെങ്കിൽ ആ ഓലപ്പുരയുടെ മുകളിലോ ഒരു മൂങ്ങ വന്നിരുന്നു കഴിഞ്ഞാൽ ഉടനെ ആ വീട്ടിൽ നിന്നും ഒരാൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിശ്വാസം. അപ്പൊ അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുന്നത് എന്നും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ രണ്ടർത്ഥവും അതിന് സാധ്യതയുള്ള അർത്ഥമാണ്. രണ്ടും പരസ്പരം വൈരുദ്ധ്യമായ കാര്യമല്ല, രണ്ടും സാധ്യതയുണ്ട്. മൂന്നാമതായി പറഞ്ഞത് വല സഫർ, സഫർ ഇല്ല എന്നാണ്. അപ്പൊ സഫറിനും അത് 2-3 വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് നമുക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ അടുത്ത മാസം, ഇനി അടുത്ത വരാൻ പോകുന്ന മാസം സഫറാണ്. അപ്പൊ സഫർ മാസത്തിൽ ശകുനം കണ്ടിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ സഫർ മാസത്തിൽ അറബികൾ യാത്ര ചെയ്യുമായിരുന്നില്ല. നിക്കാഹ് അതേപോലെയുള്ള കച്ചവടങ്ങൾ ഇതൊന്നും പുതുതായി ആരംഭിക്കുമായിരുന്നില്ല, ശകുനം കാണുകയാണ്. എന്നാൽ ഇന്ന് അതൊന്ന് വിട്ട് മുഹറത്തിൽ അങ്ങനെ കാണുന്ന അവസ്ഥയുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഷിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും ഒക്കെ ആളുകളെ ക്ഷണിക്കുന്ന സംഘടനകളായ സമസ്ത പോലെയുള്ള സംഘടനകളായ അവരിറക്കുന്ന കലണ്ടറുകളിൽ നമുക്ക് വ്യക്തമായിട്ട് ഈ ജാഹിലിയത്തിന്റെ വിശ്വാസം എഴുതി പിടിപ്പിച്ചത് കാണാൻ സാധിക്കും. മുഹറത്തിലെ 9-ാമത്തെ ദിവസം, 13-ാമത്തെ ദിവസം, 15-ാമത്തെ ദിവസം നെഹ്സാണ്. ആ ദിവസം നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, കല്യാണമൊന്നും അവർ ഉറപ്പിക്കുകയേ ചെയ്യില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയുമോ, ആളുകൾ കല്യാണം ആലോചിക്കുന്ന സമയത്ത് എന്നാണ് ഡേറ്റ് കാണേണ്ടത് എന്നതിന് ഉസ്താദുമാരെ കൊണ്ടുപോകാറുണ്ട്. എന്തിനാണ് ആളുകൾ? കാരണം ഉസ്താദുമാർക്കാണ് അറിയാം. കലണ്ടർ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം ആളുകൾ സാധാരണക്കാർ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഓഗസ്റ്റ് 15-ന് വെച്ചേക്കാന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഉസ്താദ് നോക്കും, ഇത് അറബി മാസത്തിൽ ഏതാണ്, 9, 13, നടക്കൂല, 13-നോ 17-നോ ഒക്കെ വെച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നത് കാണാം. ഇത് ജാഹിലിയത്തിലെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയത്തിൽ അറബികൾക്കുണ്ടായ ഈ വിശ്വാസത്തെ എതിർത്തു പറയുകയാണ്. ജാഹിലിയത്തിലെ ആളുകൾ അങ്ങനെ ഈ മുഹറം മാസത്തിൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ അവർ പറയുമായിരുന്നു വലതു ആഷൂർ അക്ഷറു ഖാഷൂർ. ഒരു പഴഞ്ചൊല്ലാണ് വലതു ആഷൂർ. ആഷൂർ എന്ന് ഉദ്ദേശിക്കുന്നത് മുഹറം മാസത്തിലാണ്, ആഷൂറ ഉള്ളത് കൊണ്ട്. ആഷൂറ മാസത്തിൽ കല്യാണം കഴിച്ച് അങ്ങനെ കുട്ടിയുണ്ടായാൽ അക്ഷർ ഖാഷൂർ, അവൻ കുരുത്തം കെട്ടവനായിരിക്കുന്ന, അതാണ് അറബികളുടെ വിശ്വാസം.
അതുകൊണ്ട് ആ മാസത്തിൽ ഒരു കല്യാണം കഴിക്കും. ഇന്നത് സഫറിലാണ്. സഫറിൽ പലരും യാത്ര ചെയ്യില്ല, സഫറിൽ പലരും കല്യാണം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ മാസം ഇത്തരത്തിൽ നെഹ്സുള്ള മാസം കഴിയുമ്പോൾ ഉടനെ കല്യാണം കഴിയാൻ തുടരെ വരും. ഇതൊക്കെ തൗഹീദുള്ള ആളുകൾക്ക് പോലും ചിലപ്പോൾ ഇഷ്കാലാണ്. അവരിങ്ങനെ ചിന്തിക്കണേ, വെറുതെ നമ്മളെ നിൽക്കണ്ടല്ലോ. സഹോദരങ്ങൾ, ഒരിക്കലും അത് പാടില്ല. അത് നമ്മൾ തീരത്തിൽ വിശ്വസിച്ചു എന്നതിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മുന്നോട്ടേക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഒരു കാരണത്താൽ, അല്ലെ, ചൊവ്വാഴ്ച ദിവസം ഒരു യാത്ര ആരംഭിക്കുന്നത്, ചൊവ്വാഴ്ച ഒരു ഫംഗ്ഷൻ വെക്കുന്നത്, ഒരു പരിപാടി വെക്കുന്നത്. ചൊവ്വ വേണ്ട, തിങ്കളും ബുധനൊക്കെ ഉണ്ടല്ലോ, ആഴ്ചയിൽ 7 ദിവസമില്ലേ, എന്തിനാണ് ചൊവ്വനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്? അങ്ങനെ ഒരു ചെറിയൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ തൗഹീദ് ശരിയായിട്ടില്ല, നമ്മുടെ തവക്കുൽ ശരിയായിട്ടില്ല. ഈ ജാഹിലിയത്തിന്റെ വിശ്വാസം അത് ബാക്കിയുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ചില പണ്ഡിതന്മാർ വലാ സഫർ എന്നതിനെ വിശേഷിപ്പിച്ചത്, അതിനെ വിശദീകരിച്ചത് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് അന്നസി എന്ന് പറയുന്ന കാര്യം. അഥവാ മുഹറമായ പവിത്രമായ മാസങ്ങളെ പിന്തിപ്പിക്കുക എന്നുള്ള കാര്യം. ഈ മാസങ്ങളെല്ലാം തന്നെ മുമ്പ് തന്നെ ഉള്ളതാണ്. മുഹറവും സഫറും ഒക്കെ മുമ്പ് തന്നെ ഉള്ളതാണ്. പക്ഷെ ഇന്നുള്ളതുപോലെ ആയിരുന്നില്ല. അറബികൾ അവർക്ക് തോന്നിയതുപോലെ ആക്കുമായിരുന്നു. അവർക്ക് ഏതെങ്കിലും ഗോത്രത്തിനോട് യുദ്ധം ചെയ്യണമെങ്കിൽ അവർക്കറിയാം മുഹറം മാസത്തിലൊന്നും യുദ്ധം ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന 4 മാസങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ മാസത്തിന് 2 മാസം അപ്പുറത്തേക്കാക്കിയിട്ട് വേറൊരു മാസത്തിന് ഇപ്പുറാക്കും. എന്നിട്ട് ഒരു മുഹറം ആയിട്ടില്ല, മുഹറിന് 2 മാസം കഴിഞ്ഞിട്ടാണ്. അവർക്ക് തോന്നിയതുപോലെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലാ സഫർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് എന്നും പറഞ്ഞതായി കാണാൻ സാധിക്കും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടച്ചപ്പോൾ എങ്ങനെയാണോ മാസങ്ങൾ തർത്തീബാക്കി ഉണ്ടായിരുന്നത് അതുപോലെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. പിന്നീട് അതിൽ ഉറപ്പിച്ചു. അഥവാ ആദ്യത്തെ മാസം ഇന്നതായി, പിന്നീട് ഇന്നതായി, അതുപോലെ വരികയും പിന്നീട് മുസ്ലിമീങ്ങൾക്കിടയിൽ അങ്ങനെ യാതൊരു നസിയും ജാഹിലിയത്തിൽ ഈ മാസങ്ങളെ പിന്തിപ്പിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു വലാ സഫർ എന്ന് പറഞ്ഞാൽ, സഫർ എന്ന് പറഞ്ഞാൽ അത് ഒട്ടകത്തിന്റെയും അതുപോലെ മനുഷ്യന്മാരുടെയിലൊക്കെ ഉള്ളിൽ, വയറിനുള്ളിൽ പ്രവേശിക്കുന്ന ഒരു രോഗം പരത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അയാൾക്ക് രോഗമുണ്ടാകുമെന്നാണ്. ചിലർ പറഞ്ഞു അത് മനുഷ്യന്റെ വയറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് കൂടുതൽ വിശപ്പുണ്ടാകും, എത്ര തിന്നാലും മതിയാവുകയില്ല, വിശന്ന് അങ്ങനെ അവൻ മരിച്ചു പോകും. ഇങ്ങനെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം അന്ധവിശ്വാസമാണ്. ലാ സഫർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നിഷേധിക്കുക. ഈ പറഞ്ഞതെല്ലാം തന്നെ അതിന് വകവെച്ചു കൊടുക്കുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. ഇതെല്ലാം സംഭവിക്കാം, അഥവാ ഇതൊന്നും പാടില്ല, അങ്ങനെ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പിന്നീട് പറഞ്ഞു സാദ മുസ്ലിമുൻ, ഇമാം മുസ്ലിം, വലാ നൗഅ വലാ ഗൂൽ, 2 കാര്യങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചത് പറയാം. എന്താണ് വലാ നൗ? നൗ എന്ന് പറഞ്ഞാൽ രാശികളുടെ അടിസ്ഥാനത്തിലാണ് മഴ പെയ്യുന്നത് എന്ന വിശ്വാസമാണ്. ആകാശത്ത് ചില നക്ഷത്രങ്ങൾ ഉണ്ടായാൽ മഴ പെയ്യും, ആകാശത്ത് ചില നക്ഷത്രങ്ങൾ ഉണ്ടായാൽ ചില സ്ഥലങ്ങളിൽ പെയ്യും, ചില നക്ഷത്രങ്ങൾ അത് അപലക്ഷണമാണ്. ആ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടായാൽ നമുക്ക് ഭൂമിയിൽ കുറെ വറുതിയും അറുതിയും ഒക്കെ ഉണ്ടാകും, ക്ഷാമമുണ്ടാകും. എങ്ങനെയുള്ള വിശ്വാസങ്ങൾ അവർക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിഷേധിക്കുകയാണ്. അതിനൊന്നും യാതൊരു കാര്യവുമില്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യും, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യില്ല. ഇതാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ ഔദാര്യം, അങ്ങനെയാണ് നമുക്ക് മഴ ലഭിച്ചത് എന്നാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ ഒരു നക്ഷത്രത്തിനും അതിന് യാതൊരു പങ്കുമില്ല എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. വലാ ഗൂൽ, ഗൂലില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് ഗൂൽ എന്നുള്ളത്? മറ്റു ചില ഹദീസിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. ലാ അദ്വ വലാ തിറ വലാ ഗൂൽ എന്ന് വന്നിട്ടുണ്ട്. ഗൂൽ എന്ന് പറഞ്ഞാൽ ഒരു തരം പിശാചാണ്. അറബികൾ പണ്ട് കാലത്ത് അവർ മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പിശാജ് പല കോലത്തിൽ വന്നിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ പല, എനിക്ക് തോന്നുന്നു ഒടിയൻ, അങ്ങനെ പല പേരുകളിലൊക്കെ പറയാറുണ്ട്. പിശാജിന്റെ ചില കോലമാണ്. അപ്പൊ അങ്ങനെയുള്ള കോലമുണ്ട്. അവിടെ പണ്ഡിതന്മാർക്കിടയിൽ 2 ചർച്ചയുണ്ട്. ഇങ്ങനെ അറബികൾ വിശ്വസിച്ചിരുന്ന ഈ പിശാചുക്കൾ ഇല്ല എന്ന് തന്നെയാണോ, അതല്ല ഇത്തരം പിശാചുക്കൾക്ക് നിങ്ങൾക്കൊരു ഉപദ്രവം വരുത്താൻ സാധിക്കുകയില്ല എന്നാണോ? ഇത് രണ്ടും സാധ്യതയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമത്തതിനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് ഷെയ്ഖ് സുലൈമാൻ റുഹൈദി ഹഫ്ളഹു അദ്ദേഹം പറയുന്നുണ്ട്. വയസ്സായ പല ആളുകളും ഇത്തരത്തിലുള്ള പിശാചുക്കളൊക്കെ യാത്രയിൽ കണ്ടതായി പറയുന്നു. അഥവാ അതുകൊണ്ട് തന്നെ അത് ഉണ്ട്, പക്ഷെ അതിന് ദ്രോഹം വരുത്താൻ സാധിക്കും. അതിവാസ്യങ്ങൾ യാത്രയും മറ്റൊന്നും, അത് വളരെ ദുർബലരായ ചില പിശാചുക്കളാണ്. മനുഷ്യന്റെ മനസ്സിൽ ഭയം ഉണ്ടാക്കാൻ വേണ്ടി മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല കോലത്തിൽ അവർ വന്ന് പല വർണ്ണങ്ങളിലും പല രൂപങ്ങളിലും പല രൂപത്തിൽ പിശാച് പേടിപ്പിക്കുന്ന രൂപത്തിലുണ്ടാകും. ചിലപ്പോൾ വലിയ നീളത്തിലായിരിക്കും, ചിലപ്പോൾ വീതിയിലായിരിക്കും, അങ്ങനെ പല രൂപത്തിലൊക്കെ ഉണ്ടാകും. അപ്പൊ അത് കണ്ട് നമ്മൾ അള്ളാഹുൽ തവക്കുലാക്കാതെ നമ്മൾ തിരിച്ചു പോകേണ്ടതില്ല. മറിച്ച് അള്ളാഹുൽ തവക്കുലാക്കി നമ്മൾ യാത്ര തുടരുക. അതിനൊന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഊൽ എന്ന് പറയുന്നതിലൂടെ അതിനെ നിഷേധിച്ചു പറയുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസിലൂടെ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ഈ കാരണങ്ങളൊന്നും തന്നെ അത് നിങ്ങൾ അതിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യേണ്ട ഒരു കാര്യത്തെ പേടിക്കേണ്ടതില്ല, മുന്നോട്ടേക്ക് ഗമിക്കേണ്ട ഒരു കാര്യത്തെ നിങ്ങൾ പിന്നോട്ടടിപ്പിക്കേണ്ടതില്ല, അതിലേക്ക് പ്രവേശിക്കാതിരിക്കേണ്ടതില്ല എന്നെല്ലാം അറിയിക്കുന്ന ശകുനപ്പിഴയെ പാടെ നിഷേധിക്കുന്നതായ കാര്യമാണ് പറഞ്ഞത്. അടുത്തതായി കൊടുത്ത ഹദീസ് വലഹുമ അൻ അനസ്. വലഹുമ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഹദീസ് ബുഖാരി മുസ്ലിമുമാണ്. അഥവാ ബുഖാരിക്കും മുസ്ലിമിലും അനസ് റളിയല്ലാഹു അൻഹുവിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വ വലാ തീറത, അദ്വയും തീറത്തുമില്ല. ഇതിനെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. രോഗപകർച്ചയുമില്ല, അതുപോലെ തന്നെ ശകുനവുമില്ല. ഇത് വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ അടുത്തൊരു കാര്യം, വയുജിബുനി അൽ ഫഅൽ, ഫഅൽ എനിക്ക് ഉന്മേഷം പകരുന്നു, അല്ലെങ്കിൽ എന്നെ അത് ഇഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, വമൽ ഫഅൽ, എന്താണ് ഫഅൽ അല്ലാഹുവിന്റെ റസൂലേ? അവിടുന്ന് പറഞ്ഞു, അൽ കലിമത്തു ത്വയ്യിബ, നല്ല വാക്ക്. അപ്പൊ നല്ല വാക്കിനാണ് അൽ ഫഅൽ എന്ന് പറയുന്നത്. അതിലെനിക്ക് ഉന്മേഷം നൽകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല ഹദീസുകളിലും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു കാര്യം ആദ്യം തന്നെ തീരുമാനിച്ചു, ഒരു യാത്ര പുറപ്പെടാൻ പോവുകയാണ്, ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ പോവുകയാണ്, നമ്മളൊക്കെ തീരുമാനിച്ചു യുദ്ധത്തിന് പോകണം. അത് ഈ വാക്കിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഒരു കാര്യം ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല. പക്ഷേ നമ്മൾ ആ യാത്ര പോകാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വാക്കുകൾ കേൾക്കുകയാണ്, യാ റാഷിദ്, യാ നജീഹ്, നല്ല സന്മാർഗത്തിലേക്ക് നീങ്ങുന്നവനെ, വിജയിക്കുന്നവനെ പോലുള്ള വാക്കുകൾ കേൾക്കണം. നമ്മളാണെങ്കിൽ ഒരു വിജയം ആഗ്രഹിച്ച് പുറപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ചില വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ കൽബിനുണ്ടാകുന്ന സ്വാഭാവികമായ സന്തോഷം, നമ്മളായിട്ടുണ്ടാക്കിയതല്ല, സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിന് സന്തോഷം തോന്നുകയാണ്. അതിനാണ് അൽ ഫഅൽ എന്ന് പറയുന്നത്. അതല്ലാതെ ഇത് കേട്ടപ്പോൾ ഞാൻ യാത്ര ചെയ്യാം, വേറെ ചില വാക്ക് കേട്ടപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. പണ്ഡിതന്മാർ വേറെയും ചില ഉദാഹരണങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരാൾ ഒരു സ്ത്രീയുമായി കല്യാണം ആലോചിച്ചു. എന്നൊരു കുടുംബത്തിലെ സ്ത്രീയാണ്, പേരൊന്നും അറിയില്ല എന്ന് വിചാരിക്കുക, ഉദാഹരണത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ ആലോചിച്ചു, തീരുമാനിച്ചു. പേരെന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ സുആദ് എന്ന് പേര് കിട്ടി. സ്ത്രീകളുടെ പേരിൽപ്പെട്ടതാണ്, അറബികളുടെ ഒരു പേരാണ്. സുആദ് എന്ന് പറഞ്ഞാൽ സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവന് മനസ്സിലൊരു സന്തോഷം തോന്നി, ഞാനൊരു നിക്കാഹിലൂടെ ആഗ്രഹിക്കുന്ന സൗഭാഗ്യം പൂർണ്ണമായ ഒരു ജീവിതം തന്നെയാണ്. അവളുടെ പേരും സുആദ് എന്നാണ്, അല്ലെങ്കിൽ സാലിഹ, നല്ലൊരു പേരാണ് സാലിഹ. നല്ലൊരു സാലിഹത്തായ പെണ്ണിനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ കല്യാണമൊക്കെ ആലോചിച്ചപ്പോൾ പേരും അങ്ങനെയാണ്. അപ്പൊ ആ പേര് എനിക്കൊരു കൂടുതൽ ഉന്മേഷം നൽകി ആ പ്രവൃത്തി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സന്തോഷകരമായ ചില വാക്കുകൾ കേൾക്കുക എന്നതാണ് ഫഅൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ-അസ്മഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, സഅൽതു ഇബ്നു ഔൻ അനിൽ ഫഅൽ, ഞാൻ ഇബ്നു ഔനിനോട് ഫഅലിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹു അൻ യകൂന മരീളൻ ഫയസ്മഅ യാ സാലിം, നീ ഇങ്ങനെ രോഗിയായി കിടക്കുന്ന സമയത്ത് യാ സാലിം, സാലിം എന്ന് പറഞ്ഞാൽ രോഗമൊക്കെ മാറിയവനെ എന്ന വാക്ക് നീ കേൾക്കുകയാണ്. ഔ യകൂന താലിബൻ, അല്ലെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫയസ്മഅ യാ വാജിദ്, കണ്ടെത്തിയവനെ എന്ന വാക്ക് നീ കേൾക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിനക്ക് കൂടുതൽ ഉന്മേഷം നൽകുന്നു, കണ്ടെത്താൻ വേണ്ടി ഉന്മേഷം നൽകുന്നു. രോഗിക്ക് ഇപ്പോൾ രോഗം മാറും, അള്ളാഹുവിന്റെ രോഗം മാറ്റിത്തരും, അങ്ങനെ വല്ല ശുഭലക്ഷണത്തിന്റെ വാക്കാണ് എന്നതു മാത്രം. ഇത് ഒരിക്കലും തത്തയ്യൂറല്ല, പക്ഷിനോട്ടത്തിൽ പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. നല്ല വാക്കുകൾ കേൾക്കുക, അതാണ് നമ്മൾ പറയേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദയിൽപ്പെട്ട കാര്യമാണ്. ഒരു അപകടം പിടിച്ച വാക്കുകൾ അതൊക്കെ ഉദാഹരണമായി പറയാതിരിക്കുക എന്നുള്ളത് മര്യാദയിൽപ്പെട്ടതാണ്. ചില ആളുകളൊന്നും ശ്രദ്ധിക്കുകയില്ല. ഈ തേങ്ങ എങ്ങാനും നിന്റെ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ, നീ പോകുമ്പോൾ എങ്ങാനും അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, കാറ് പെട്ടെന്ന് തെറിച്ചു വീണിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള വാക്കൊക്കെ പറയും ആളുകൾ. അങ്ങനെ പറയാതിരിക്കുക, നല്ല മര്യാദയിൽപ്പെട്ട കാര്യമല്ല. മറിച്ച് ഫഅൽ ഉണ്ടാക്കുക, ആളുകൾക്ക് നല്ല രീതിയിൽ നല്ല മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. പേടിപ്പെടുത്തുന്ന ആളുകൾക്ക്, ചിലപ്പോൾ ചില ആളുകൾ ഈമാൻ ദുർബലമായ ആളുകൾ ചിലപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് അവിടെ മനസ്സിൽ ഇങ്ങനെ പിശാച് വസ്വാസകൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുമോ, അല്ലെ? ചില ആളുകൾ ചിലപ്പോൾ വലിയ മല കയറി പോകുന്നതായിരിക്കും. അപ്പൊ മല കയറുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ താഴെ വീണു പോകും. അങ്ങനെ വേണ്ടാത്ത വർത്താനൊക്കെ ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. അത് മര്യാദയുള്ള വാക്കുകളിൽ പെട്ടതല്ല. മറിച്ച് എപ്പോഴും മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വയുജിബുനി അൽ ഫഅൽ, എനിക്ക് ഫഅലാണ് ഇഷ്ടപ്പെട്ടത്, നല്ല വാക്കുകൾ, അൽ കലിമത്തു ത്വയ്യിബ, അൽ കലിമത്തു സാലിഹ, നല്ല വാക്കുകളാണ് എനിക്കിഷ്ടം എന്ന് അവിടുന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത ഹദീസ്, വലി അബി ദാവൂദ് ബിസനദിൻ സഹീഹിൻ അൻ ഉഖബത്ത് ബിൻ ആമിർ
അബൂ ദാവൂദിൽ നിന്നും സഹീഹായ സനദോടുകൂടി ഉഖ്ബത്ത് ബിൻ ആമിറിൽ നിന്നും ഉദ്ധരിക്കുന്നു. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നു ഇത് ഉഖ്ബത്ത് ബിൻ ആമിർ അല്ല, അബൂ ദാവൂദിന് ചിലപ്പോൾ അത് തെറ്റിയതായിരിക്കാം. ഉർവത്ത് ബിൻ ആമിറാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്തത്. ശരി, എന്താണ് ആ ഹദീസിലുള്ളത്? ഒരിക്കൽ പക്ഷി നോട്ടത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയപ്പെട്ടു, ശകുനത്തിനെ കുറിച്ച് പറയപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അഹ്സനുഹ അൽ ഫഅൽ, ഏറ്റവും നല്ലത് ഫഅലാണ്. വലാ തറുദ്ദു മുസ്ലിമൻ, എന്നാൽ ഈ ഫഅൽ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ മടക്കുകയില്ല. ഈ ഫഅലിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ മുന്നോട്ടേക്ക് പോവുക, പിന്നോട്ടേക്ക് അടുപ്പിക്കുക, ഇങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഫഅൽ തെറ്റല്ല, നല്ലൊരു വാർത്ത കേട്ടാൽ അതിൽ നിന്നും സന്തോഷിക്കുക എന്നുള്ളത് തെറ്റല്ല. ഫഇദാ റഅ അഹദുകും മാ യക്റഹു ഫല്യഖുൽ, ആരെങ്കിലും ഒരാൾ അവന് വെറുക്കുന്ന രൂപത്തിലുള്ള വല്ല കാര്യവും കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ദുശ്ശകുനം എന്നൊക്കെ ആളുകൾ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളും കാണുമല്ലോ. ഈ ആളുകൾ അതിന്റെ പിന്നോട്ടടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മുവഹിദായ അള്ളാഹുൽ തവക്കുലാക്കുന്ന ഒരു വ്യക്തി ഇത് കാണും. അപ്പൊ മനസ്സിൽ ചിലപ്പോ ചെറിയൊരു എന്തെങ്കിലുമൊക്കെ തോന്നലൊക്കെ ഉണ്ടാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, അള്ളാഹുവെ നന്മകൾ വരുത്തുന്നവൻ നീ മാത്രമാണ്, നീയാണ് എല്ലാ നന്മകളും നമുക്ക് തരുന്നത്. വലാ യദ്ഫഉ സയ്യാത്തില്ല, തിന്മകളൊക്കെ തടുക്കുന്നവൻ നീ മാത്രമാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നിന്നെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും ഇല്ല എന്ന് അള്ളാഹു താലയോട് പറയുക. അപ്പൊ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ, അവൻ ഉദ്ദേശിച്ചാൽ ഖൈറും അവൻ ഉദ്ദേശിച്ചാൽ ഷർറും ഉണ്ടാകും. നീ മാത്രമാണ് അതിന് കഴിയുന്നവൻ എന്ന് അള്ളാഹു താലയോട് പറയുന്ന ഈ വാക്കുകൾ നമ്മൾ അത്തരം സന്ദർഭത്തിൽ പറയുക എന്നുള്ളതാണ്. ഈ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅലിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷം തോന്നുക, ആ പ്രവൃത്തി ചെയ്യാൻ കൂടുതൽ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള തവക്കുൽ അവനിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ അവനൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒഴിവാക്കുകയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചത് ചെയ്യുകയോ ചെയ്യുന്നില്ല ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് ഇതും തതയ്യുറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ദുആ ഈ ഹദീസിലുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക. عن ابن مسعود مرفوعا, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റഫ്അ ചെയ്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയുന്നതായിട്ട് കാണാം. അത്തീറത്തു ശിർകുൻ, അത്തീറത്തു ശിർകുൻ വമാ മിന്നാ ഇല്ലാ വലാകിന്നല്ലാഹ യുദ്ഹിബുഹു ബിത്തവക്കുൽ. റവാഹു അബൂ ദാവൂദ വത്തിർമിദി വസഹഹഹു വജഅല ആഖിറഹു മിൻ ഖൗലി ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തീറത്തു ശിർകുൻ, തീറ എന്ന് പറയുന്നത് ശകുനം നോക്കൽ എന്ന് പറയുന്നത് ഷിർക്കാകുന്നു. അത് അവിടുന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി, ശകുനം നോക്കൽ ഷിർക്കാകുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ചില റിവായത്തിൽ അത് 3 തവണ പറഞ്ഞതായിട്ട് കാണാം. വമാ മിന്നാ ഇല്ലാ വലാകിന്നല്ലാഹു യുദ്ഹിബു ബിത്തവക്കുൽ. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്, നമ്മളിൽ ആരും തന്നെ ഇല്ല, അവന്റെ ഖൽബിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു ശകുനം പോലെ തോന്നുന്ന ചില കാര്യങ്ങൾ, അത് വേണോ വേണ്ട എന്നൊക്കെ തോന്നുന്ന ഖൽബിൽ ഉണ്ടാകുന്ന പ്രശ്നമില്ലാത്ത ആരും തന്നെ ഇല്ല. വലാകിന്നല്ലാഹു യുദ്ഹിബുഹു ബിത്തവക്കുൽ, എന്നാൽ ഒരാൾ അള്ളാഹുൽ തവക്കുലാക്കുന്ന സമയത്ത് അള്ളാഹു അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചിന്തകളൊക്കെ അള്ളാഹു ഹൃദയത്തിൽ നിന്നും പോക്കിത്തരും, നീക്കിത്തരും എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഒരു മുഅ്മിൻ, ഈമാൻ, ഉറച്ച ഈമാനുള്ള ഒരു മുഅ്മിനിന്റെ പ്രത്യേകത. അവൻ ഇങ്ങനെയുള്ള മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായാൽ അവൻ അള്ളാഹുൽ തവക്കുലാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ ചിന്തകളെക്കുറിച്ചും അവൻ ഇല്ലാതാക്കി കൊടുക്കും. എന്നാൽ ഒരാളുടെ ഈമാൻ ദുർബലമായാലോ, ഒരാളുടെ ഈമാൻ ദുർബലമായാൽ അവൻ ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ വിശ്വസിക്കും. അങ്ങനെ അവന്റെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ശിർക്കുൻ അസ്ഗർ സംഭവിക്കും. ഇത് കാരണമായിട്ടൊക്കെ അവൻ ധരിക്കും. എന്നാൽ ഒരാളുടെ ഹൃദയത്തിൽ ഈമാൻ തീരെ ഇല്ലാതായാലോ, അവൻ ഈ കാരണങ്ങൾ തന്നെ, അതിന് സ്വന്തമായി കഴിവുണ്ട്, അതിന് സ്വന്തമായി ഖൈറും ഷർറും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിലേക്ക് എത്തുകയും അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഇമാം അബൂ ദാവൂദും തിർമിദിയും ഒക്കെ റിവായത്ത് ചെയ്ത് സഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. ഇവിടെ ഈ മത്തനിൽ പറയുന്നത് വജഅല ആഖിറഹു മിൻ ഖൗലി ഇബ്നു മസ്ഊദ്, ഇതിന്റെ അവസാനത്തിലുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. അഥവാ വമാ മിന്നാ ഇല്ലാ വലാകിന്നല്ലാഹ യുദ്ഹിബുഹു ബിത്തവക്കുൽ, നമ്മളിൽ ആരും തന്നെ ഇല്ല ഇത്തരത്തിൽ ഹൃദയത്തിൽ പ്രശ്നങ്ങളും അള്ളാഹുവിന്റെ തവക്കുൽ കൊണ്ട്, അള്ളാഹു തവക്കുലാക്കിയത് കൊണ്ട് അള്ളാഹു നീക്കി തരുന്ന അവസ്ഥയിലായിട്ടല്ലാതെ എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഇത്തരത്തിൽ സഹാബി, ഒരു ഹദീസിന്റെ ഇടയിൽ സഹാബിയുടെ വാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഹദീസിന്റെ സാങ്കേതിക ഭാഷയിൽ പറയുന്നതിന് ഇദ്റാജ് എന്നാണ് പറയുക. സഹാബിയുടെ വാക്ക് അതിൽ വന്നു,
എന്നതിനാണ് അത് പറയുക. മുദ്റജ് എന്ന് പറയും അത്തരത്തിലുള്ള ആ ഹദീസിന്റെ ഭാഗത്തെ. പക്ഷെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളാഹ് പറയുന്നത് അങ്ങനെ ഇത് ഇബ്നു മസ്ഊദിന്റെ വാക്കാണ് എന്ന് അറിയിക്കുന്ന പ്രത്യേകം തെളിവില്ല. അതിന് പ്രത്യേകം തെളിവ് വേണം, അതല്ലാതെ വെറുതെ പറയാൻ സാധിക്കുകയില്ല. കാരണം സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനം അത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ് അല്ലെങ്കിൽ അവിടുത്തെ പ്രവൃത്തിയാണെന്നാണ്. പ്രത്യേകിച്ച് അതിന്റെ ഇടയിൽ ഒരു കാര്യം ഇദ്റാജായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അത് പ്രത്യേകം തെളിവ് വേണം. അതിന് യാതൊരു തെളിവുമില്ല എന്നാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് ഈ ഹദീസിൽ പറഞ്ഞ മുഴുവൻ വാക്കുകളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പരിഗണിക്കണം എന്നതാണ്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു ഹദീസിൽ നമുക്ക് അതിന് ബലം നൽകുന്നുണ്ട്. അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്, ഇദാ തതയ്യർതും ഫംളു വതവക്കലു അലല്ലാഹ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആളുകൾ പൊതുവെ ശകുനപ്പിഴയായി കാണുന്ന വല്ല വസ്തുക്കളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫംളു, നിങ്ങൾ ബാക്കോട്ട് അടിക്കാൻ പാടില്ല, നിങ്ങൾ മുന്നോട്ടേക്ക് ഗമിക്കുക. വതവക്കലു അലല്ലാഹ്, അള്ളാഹുൽ തവക്കുൽ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് കറുത്ത പൂച്ചയെ കണ്ടു, കൂമനെ കണ്ടു, ആക്സിഡന്റ് കണ്ടു, എന്തുമാകട്ടെ ഫംളു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതാണ്, നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. തവക്കലു അലല്ലാഹ്, അള്ളാഹുൽ തവക്കുൽ ചെയ്യുക, അള്ളാഹു എന്നെ സംരക്ഷിക്കും എന്ന കാര്യം നിങ്ങൾ തവക്കുലാക്കുക എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അടുത്ത ഹദീസ് വലി അഹ്മദ മിൻ ഹദീസ് ഇബ്നു അംർ, ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം അഹ്മദിന്റെ ഹദീസ്. അതിൽ പറയുന്നു, മൻ റദ്ദതുഹു ത്വീറതു അൻ ഹാജതിഹി ഫഖദ് അശ്റക. അവിടുന്ന് പറയുകയാണ്, ഒരാളെ ഒരാവശ്യ നിർവഹണത്തിൽ നിന്നും ശകുനപ്പിഴ തിരിച്ചു കളഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഒരാൾ ഒരു ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ്, ശകുനം കാരണത്താൽ അവൻ അതിൽ നിന്നും തിരിച്ചു വന്നാൽ അവനെ ശിർക്ക് ചെയ്തിരിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, ഫമാ കഫാറത്തു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു പോയാൽ എന്താണ് റസൂലേ അതിനുള്ള പ്രായശ്ചിത്തം എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അൻ തഖൂൽ അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ തൈറ ഇല്ലാ തൈറുക് വലാ ഇലാഹ ഗൈറുക്. അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൻ ഇപ്രകാരം പറയട്ടെ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്, അല്ലാഹുവേ നീ നൽകിയ ഖൈറല്ലാതെ മറ്റൊരു ഖൈറുമില്ല, വലാ തൈറ ഇല്ലാ തൈറുക്, നീ നൽകുന്ന ശകുനമല്ലാതെ മറ്റൊരു ശകുനവുമില്ല. അഥവാ ഷർറ് നീ ഉദ്ദേശിച്ചാലേ നടക്കുകയുള്ളൂ, ഖൈറും അങ്ങനെ തന്നെ. വലാ ഇലാഹ ഗൈറുക്, നീ അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. തൗഹീദിന്റെ വാക്യം അവിടെ ഉറപ്പിച്ചു പറയുകയാണ്. കാരണം തൗഹീദിൽ നിന്ന് തെറ്റുന്ന രണ്ട് കാര്യമാണ് ശകുനപ്പിഴയും മറ്റുമൊക്കെ. അപ്പൊ അതിൽ നിന്നും ഒന്നുകൂടി വലാ ഇലാഹ ഗൈറുക്, അല്ലാഹു നീ അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥനയെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ഇതൊരാൾക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ശകുനം നോക്കി അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പാപത്തെ ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ്. രണ്ട്, ഈ പ്രാർത്ഥന ഒരാൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾ അത്തരത്തിലുള്ള ശകുനപ്പിഴയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ പെട്ടുപോകുന്നതിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ എല്ലാ ഖൈറുകളും അല്ലാഹുവേ നിന്റെ ഖൈറാണ്, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ തൈറ ഇല്ലാ തൈറുക് വലാ ഇലാഹ ഗൈറുക് എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. ഖൈറും ഷർറും ഒക്കെ റബ്ബേ നിന്നിൽ നിന്നാണ്. അതാണ് നമ്മൾ ഖദറിലുള്ള വിശ്വാസത്തിൽ പഠിച്ചു മനസ്സിലാക്കുന്നത്. ഖൈറും ഷർറും അള്ളാഹു വിധിക്കുന്നു, അള്ളാഹു അത് നമുക്ക് ഇറക്കി തരുന്നു, അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക എന്നാണ്. അവസാനത്തത് ഒരു ഹദീസ്, വലഹു മിൻ ഹദീസ് അൽ-ഫദ്ൽ ബിൻ അബ്ബാസ്, അൽ-ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. അത് വലഹു എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് ആണ് കഴിഞ്ഞ ഹദീസ് റിവായത്ത് ചെയ്തത്. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തത്, ഇന്നമ ത്വയ്റതു മാ അംലാക ഔ റദ്ദക, തീർച്ചയായും ത്വയ്റ എന്ന് പറയുന്നത് അഥവാ ശകുനം വെക്കൽ എന്ന് പറയുന്നത് അത് താങ്കൾ ഒരാളെ പോകാൻ പ്രേരിപ്പിക്കുന്നതും പോകാൻ തടയുന്നതുമായ കാര്യമാണ്. ഒരാൾ പോകാൻ ഈ കാര്യം കാരണമായി, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ഒരു സബബ് നിശ്ചയിക്കാൻ, ഇന്ന ലക്ഷണം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യും, ഇന്ന ലക്ഷണം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുകയില്ല എന്ന് പറയലാണ് ത്വയ്റത്ത്, ശകുനം നോക്കൽ എന്നാണ് ഈ ഹദീസിൽ ഉള്ളത്. ഈ ഹദീസിന്റെ മത്തിന് ശരിയാണ്, പക്ഷേ ഇതിന്റെ പരമ്പര ദുർബലമാണ് എന്ന് അഹ്മദ് ഷാക്കിർ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. പല മുഹദ്ദിസുകളും ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ലാ ത്വയ്റത്ത്, ഒരു രൂപത്തിലുള്ള ശകുനവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ ധാരാളം, ഒന്നിലധികം ഹദീസുകളിൽ ചില കാര്യങ്ങളിൽ ശകുനമുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഹദീസു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അതിൽ കാണാം, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നമശ്ശുഉമു ഫീ സലാസ, തീർച്ചയായും മൂന്ന് കാര്യങ്ങളിൽ ശകുനമുണ്ട്. ഫിൽ ഫറസി വൽ മർഅതി വദ്ദാർ, ഒരാളുടെ കുതിരയിലുണ്ട്, സ്ത്രീയിലുണ്ട്, ഭാര്യയിലുണ്ട്, വീട്ടിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഇമാം ബുഖാരി മുസ്ലിമും തന്നെ ഉദ്ധരിക്കുന്ന വേറെ ചില റിവായത്തിൽ കാണാം, ഇൻ കാന ശുഉമു ഫീ ഷൈഇൻ ഫഫിദ്ദാരി വൽ മർഅതി ഫൽ ഫറസ്. ഏതെങ്കിലും കാര്യത്തിൽ ശകുനമുണ്ടെങ്കിൽ അത് വീട്ടിലും ഭാര്യയിലും കുതിരയിലുമുണ്ട് എന്ന് കാണാം. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഇയകും മിനശ്ശുഇ ശൈഉൻ ഹഖ്ഖുൻ, ശകുനത്തിൽ വല്ലതും സത്യമായിട്ടുണ്ടെങ്കിൽ ഫഫിൽ ഫറസി വൽ മർഅതി വദ്ദാരി, കുതിരയിലും സ്ത്രീയിലും വീട്ടിലുമുണ്ട്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലാ അദ്വ വലാ തീറ, അദ്വയും തീറും നേരത്തെ നമ്മൾ പറഞ്ഞു, രോഗപകർച്ചയും ശകുനപ്പിഴയും ഇല്ല. വശുഉമു ഫീ സലാസ, 3 കാര്യത്തിൽ ശകുനമുണ്ട്. ഫിൽ മർഅതി വദ്ദാരി വദ്ദാബത്തി, സ്ത്രീയിൽ, വീട്ടിൽ, അതുപോലെ വാഹനമൃഗത്തിൽ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അതിൽ പറയുന്നു, ഇൻ കാന ഫീ ഷൈഇൻ, ഏതെങ്കിലും ഒക്കെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ, അഥവാ ഈ ശകുനപ്പിഴ, ഫഫിർ റബ്ഇ, റബ്ഇലുണ്ട്, റബ്ഇ എന്ന് പറഞ്ഞാൽ വീടാണ്, വൽ ഖാദിമി, നമ്മുടെ വീട്ടു ജോലിക്കാരി, വൽ ഫറസ്, കുതിരയിലുണ്ട്. അപ്പൊ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ 4 കാര്യത്തിലുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ശകുനം ഒന്നിലുമില്ല എന്നാണല്ലോ പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പല പണ്ഡിതന്മാരും പറഞ്ഞത് ഇത് അതിന്റെ ലാഹിറായിട്ട് അങ്ങനെ തന്നെയാണ്. അഥവാ പൊതുവെ ഒന്നിലും ശകുനമില്ല എന്ന് പറഞ്ഞതിൽ നിന്നും മുസ്തസ്നയാണ്, ഒഴിവാക്കി നിർത്തേണ്ടതായ ശകുനമുള്ളതായ കാര്യമാണ് എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ ആവർത്തിച്ചു പറയുന്നു, ഒരിക്കലും എല്ലാ ഭാര്യമാരും ശകുനമാണ് എന്നല്ല, എല്ലാ വാഹനവും ശകുനമാണ് എന്നല്ല, അല്ലെങ്കിൽ എല്ലാ വീടും ശകുനമാണ് എന്നല്ല. അതല്ല അതിന്റെ അടിസ്ഥാനം. മറിച്ച് ഭാര്യയുടെ അടിസ്ഥാനം അവൾ സൗഭാഗ്യമുള്ളവളാണ് എന്നാണ്. പ്രത്യേകിച്ചും സാലിഹത്തായ ദീനുള്ള ഒരു പെണ്ണാണെങ്കിൽ അത് നല്ലവളായിരിക്കും, അവളെ കൊണ്ട് വീട്ടിൽ ഖൈറും ബറക്കത്തുകളുമാണ് ഉണ്ടാവുക. പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഖൈറിലുള്ള ആളുകളായിരിക്കും, പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ അത് മുഖേന അവന് ധാരാളം, പണ്ഡിതന്മാർ അതിന് ഖരീനത്തുകൾ ഉണ്ടാകണം, സാധ്യത തെളിവുകൾ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അത് മുഖേന അവന് വല്ല പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവന് അത് മുഖേന ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പണ്ഡിതന്മാർ പറയുന്നു, അവളിൽ ഒരു ശകുനപ്പിഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ ആ സ്ത്രീയെ ത്വലാഖ് ചെയ്യുക എന്നുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ കുറ്റക്കാരനല്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വാഹനത്തിന്റെ കാര്യത്തിൽ ഒരാൾക്ക് 10-30 വർഷം, അത് അവർ തെളിവായി പറയുന്നത്, അതായത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അയാൾക്ക് വാഹനം ഓടിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു വാഹനം അങ്ങ് വാങ്ങി, ആക്സിഡന്റ് എവിടെ പോയാലും പോയി മുട്ടുക, പ്രശ്നം ഉണ്ടാവുക, ഇത് തന്നെ ഒരാൾക്ക് സംഭവിക്കുന്നുവെങ്കിൽ ആ വാഹനം അയാൾ അതിന്റെ പേരിൽ വിൽക്കുക എന്നുള്ളത് ഇത് തവക്കുലിനെതിരല്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു വീട്, അയാൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു, യാതൊരു കുഴപ്പമില്ല, പക്ഷെ പുതിയൊരു വീട് വന്നു, ആ വീട്ടിലെത്തിയത് മുതൽ എല്ലാവർക്കും രോഗം, എല്ലാവർക്കും പ്രയാസം, എല്ലാം പ്രശ്നങ്ങൾ, ഇത് മാത്രമാണ് എങ്കിൽ ഇത് ശകുനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ വീട് അയാൾ വിൽക്കുന്നത് ഒരിക്കലും തവക്കുലിനെതിരല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുള്ള പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അത് മാത്രം വായിക്കുകയാണ്. ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഖദ് തകൂനു ബഅദു നിസാഇ മശ്ഊമ അലാ സൗജിഹ, ചില സമയത്ത് ചില സ്ത്രീകൾ തന്റെ ഭർത്താവിന് ഒരു ശകുനമായി തീരാറുണ്ട്. فإذا ظهر منها ما يدل على شؤمها في سوء أخلاقها معه وهذا في الحقيقة الشؤم في الصفات وسوء سيرتها معه وهذا شؤم في الفعل. ചില സമയത്ത് അവളുടെ ആ അപലക്ഷണം എന്ന് പറയുന്നത് അവളുടെ മോശം സ്വഭാവമായിരിക്കും. ചില സമയത്ത് അവളുടെ ചില പ്രവർത്തികളായിരിക്കും ഇങ്ങനെ മോശം പ്രവർത്തികൾ. ഇങ്ങനെയുള്ള കാരണത്താൽ അല്ലെങ്കിൽ അവനിങ്ങനെ തുടരെ ഇങ്ങനെ പല അപകടങ്ങളും ഉണ്ടാകുന്നു. അലൈഹി أو ترادف الحوادث عليه لما تزوجها من خسارة. അവളെ കല്യാണം കഴിച്ചത് മുതൽ ഇങ്ങനെ തുടരെ നഷ്ടങ്ങളും തുടരെ അപകടങ്ങളും ഉണ്ടാകുന്നു. ഔ കസാദിൻ ഫി തിജാറ, തന്റെ കച്ചവടത്തിൽ മാന്ദ്യം ഉണ്ടാകുന്നു. ഔ ഫസാദിൻ ഫി മസ്റൂഅതിഹി, അവന്റെ കൃഷിയിടങ്ങളിൽ ആകെ എല്ലാം നശിച്ചു പോകുന്നു. ഔ മാ അശ്ബഹ ദാലിക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടായാൽ ഫലാ മാനിയ മിൻ തലാഖിഹാ ഇദാ ദല്ലത്തിൽ ഖറായിന അലാ അൻ ഹാദിഹിൽ മർഅ ശുഅമ ലാ മാനിയ മിൻ അൻ യുതല്ലിഖഹ. അതിനോടൊപ്പം കാരണങ്ങൾ ഉണ്ടാകണം, വ്യക്തമാകണം. ഇതിനെ ചില പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ചില സ്ത്രീയെ കല്യാണം കഴിക്കും, പിന്നെ വീട്ടിൽ കിടന്നുറങ്ങും, ഇവൻ പണിക്കൊന്നും പോകില്ല, അപ്പൊ സ്വാഭാവികമായിട്ട് കച്ചവടം നഷ്ടത്തിലാകും, ഈ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ ഒരുത്തിന് കാർ ഓടിക്കാൻ അറിയില്ല, ഇത്രയും കാലം ചിലപ്പോൾ എങ്ങനെ രക്ഷപ്പെട്ടതാണ്, പിന്നെ ഇടി തുടങ്ങി. അതൊക്കെ ഖറായിങ്ങൾ, കാരണം ഓരോ നേരത്തെ തന്നെ അറിയില്ല. എന്നാൽ അതല്ലാത്ത പ്രത്യേക കാരണങ്ങൾ അതോടുകൂടി കാണുന്നുണ്ട് എങ്കിൽ
അതൊരു ശുഉം തന്നെയാണ്, ശകുനം തന്നെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വഹാകദ ദാബ മിൻ നാഖത്തിൻ ഔ ഫറസിൻ വനഹ്വി ദാലിക് ഇദാ ലം യറ ഫിഹാ അൽഫായിദ വറഅ മിൻഹാ ശർ കമൻ തവാലത് അലൈഹി ഹവാദിസുൻ ബിഅസ്ബാബിഹാ ഫലാ ബഅസ അൻ യബിഅഹാ. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്, അതേപോലെ തന്നെ വാഹനമൃഗം, അത് ഒട്ടകമോ കുതിരയോ ഇന്ന് കാണുന്ന കാറുകളോ എന്തുമാകട്ടെ, അവനതിലൊരു ഫായിദയും കാണുന്നില്ല, ഒരു ഉപകാരം അതിനെ കൊണ്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ മുഴുവൻ ഷർറാണ്, എപ്പം നോക്കിയാലും അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയാണെങ്കിൽ ഫലാ ബഅസ അൻ യബിഅഹാ, അത് വിൽക്കുന്നതിൽ തെറ്റില്ല. വയസ്തബ്ദിലഹാ ബിഗൈരിഹാ ഹസബ നഫ്സിൽ ഹദീസ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശുഉമുണ്ട്, ശകുനമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റി വേറത് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതേ കാര്യം തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹവും പറഞ്ഞതായി കാണാൻ സാധിക്കും. പക്ഷെ ഇതിനൊക്കെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിന്റെ അടിസ്ഥാനം എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എന്നല്ല. കാരണം നല്ല സ്ത്രീകൾ, നല്ല ഈമാനും അമൽ സാലിഹാത്തും ഒക്കെ ഉള്ള സ്ത്രീകൾ, അവൾ ഒരു വീട്ടിന്റെ ഐശ്വര്യമാണ് അല്ലെങ്കിൽ സൗഭാഗ്യമാണ്, ആ വീട്ടിൽ ധാരാളം ഖൈറുണ്ടാകാൻ കാരണക്കാരിയാണ്. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുന്നവരായ സ്ത്രീകൾ ഒരു വേള ഇത്തരത്തിൽ തന്റെ ഭർത്താവിന് ഒരു ശകുനമായി തീരാൻ, അവളെ കൊണ്ട് ഒരുപാട് ഷർറുകൾ ഉണ്ടായി തീരാൻ സാധ്യതയുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തുകയാണ് എങ്കിൽ, അവരെ ഒഴിവാക്കുകയാണ് എങ്കിൽ അത് തെറ്റില്ല എന്നാണ്. അപ്പൊ വീട്ടിന്റെ കാര്യവുമൊക്കെ അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ വീട്ടിലേക്ക് പ്രവേശിച്ചത് മുതൽ ധാരാളം പ്രശ്നങ്ങൾ, അതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ ഇല്ല. ഒരു പക്ഷേ മോശം അയൽവാസികളെ കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവാം, എന്തുമാകട്ടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ വീടിനെ കൊണ്ട് മാത്രമായി ഉണ്ടാകുന്നു എന്നൊരാൾ കാണുകയാണ് എങ്കിൽ അല്ലാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ട് തന്നെ അതൊരാൾ ഒഴിവാക്കുക എന്നത് തെറ്റായ കാര്യമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിച്ച് തവക്കുലോടുകൂടി മുന്നോട്ട് പോകാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.